പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഈ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് റീഡിംഗ് ആൻഡ് മോഡേൺ അറബിക് പ്രോസിലെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലെ സെക്ഷൻ എ ആണ്. അജബ അൻ അശ്റത്തി മിൻ അസ്ലത്തിൽ ആത്തിയത്തി ഫി കലിമത്തിൻ ഔ കലിമത്തൈനി അഹ്മലു കുല്ലു വാഹിദ് മിൻഹ അലാമത്തൻ വാഹിദ. താഴെ നൽകിയിരിക്കുന്ന ചോദ്യങ്ങളിൽ നിന്ന് 10 എണ്ണത്തിന് ഒരു പദത്തിലോ അല്ലെങ്കിൽ 2 പദത്തിലോ ഉത്തരങ്ങൾ നൽകുക. ഓരോന്നിനും ഓരോ മാർക്ക്, എല്ലാത്തിനും ഓരോ മാർക്ക്. ഒന്നാമത്തെ ചോദ്യം, മൻഹുവ സാഹിബു കിതാബി ഫിശ്ശഅരിൽ ജാഹിലി. ഫിശ്ശഅരിൽ ജാഹിലി എന്ന കിതാബിൻ്റെ രചയിതാവ് ആരാണ്? ആൻസർ ത്വഹ ഹുസൈൻ. രണ്ടാമത്തെ ചോദ്യം, മൻ അല്ലഫ കിതാബ് ഹയാത്തി. ഹയാത്തി എന്ന കിതാബ് രചിച്ചത് ആരാണ്? ആൻസർ അഹ്മദ് അമീൻ. മൂന്നാമത്തെ ചോദ്യം, മാഹിയ അവലു ഖിസ്സത്തിൻ ഖസീറത്തുൻ ഫിൽ അറബിയ. അറബിയിലെ ആദ്യത്തെ ചെറുകഥ ഏതാണ്? ആൻസർ ഫിൽ ഖിത്താർ. മുഹമ്മദ് തൈമൂർ എഴുതിയ അൽ ഖിത്താർ ഫിൽ ഖിത്താർ എന്ന കിതാബാണ് അറബിയിലെ ആദ്യത്തെ ചെറുകഥ. അടുത്ത നാലാമത്തെ ചോദ്യം, മൻ കതബ റിവായത്തു മൗസിമുൽ ഹിജ്റ ഇല ഷിമാൽ. മൗസിമുൽ ഹിജ്റത്തി ഇല ഷിമാൽ എന്ന നോവൽ എഴുതിയത് ആരാണ്? ആൻസർ ത്വയ്യിബ് സാലിഹ്. ത്വയ്യിബ് സാലിഹാണ് മൗസിമുൽ ഹിജ്റത്തി ഇല ഷിമാൽ എന്ന നോവൽ എഴുതിയത്. അഞ്ചാമത്തെ ചോദ്യം, മൻ ഹുവ റായിദുൽ മസ്റഹി റഹിനി ഫിൽ ആലമിൽ അറബി. അറബ് ലോകത്തെ ഭൗതിക നാടകങ്ങളുടെ, അത് ഇന്റലക്ച്വൽ തിയേറ്റർ അഥവാ മസ്റഹുൽ റഹിനി യുടെ മുൻനിരക്കാരൻ ആരാണ്? പയനിയർ ആരാണ്? ആൻസർ തൗഫീഖുൽ ഹക്കീം. തൗഫീഖുൽ ഹക്കീമാണ് മസ്റഹുൽ റഹിനിയുടെ മുൻനിരക്കാരൻ. ആറാമത്തെ ചോദ്യം, ഐന ഉലിദ അൽഖാസ് ഹന്നാമീന വഫി അയ്യ സനത്തിൻ. കഥാകൃത്ത് ഹന്നാമീന എവിടെ, ഏത് വർഷമാണ് ജനിച്ചത്? അൻസർ അൽ-ലാദിഖിയ സൂരിയ, സിറിയയിലെ ലാദിഖിയയിലാണ് ജനിച്ചത്. ആം 1924 മീലാദിയ, 1924. പ്രസ്താവിതം 1924. അടുത്ത ഏഴാമത്തെ ചോദ്യം, ഇല അയ്യ ബലദിൻ എന്തമേ അബ്ദുറഹ്മാൻ റഅഫത്ത് ബാഷ. അബ്ദുറഹ്മാൻ റഅഫത്ത് അൽ ബാഷ ഏത് രാജ്യക്കാരനാണ്? ആൻസർ സൂരിയ, സിറിയ. എട്ടാമത്തെ ചോദ്യം, മത്ത ഇത്തജഹ തൗഫീഖുൽ ഹക്കീം ഇല കിതാബത്തിൽ അൽ മസ്റഹിയത്തിൽ ഹാദിഫ. തൗഫീഖുൽ ഹക്കീം ലക്ഷ്യബോധമുള്ള നാടകങ്ങൾ എഴുതാൻ തുടങ്ങിയത് എപ്പോഴാണ്? ആൻസർ ബഅദ സൗറത്തി 1952, 1952 വിപ്ലവത്തിന് ശേഷം. ഒമ്പതാമത്തെ ചോദ്യം, കം കാന ഉംറു അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു ഹീന സഈദ ബിഖിദ്മത്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സേവിക്കാൻ തുടങ്ങിയപ്പോൾ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ പ്രായം എത്രയായിരുന്നു? ആൻസർ 10 സനവാത്ത്, 10 വയസ്സ്. അൽ ആശറത്തു മിൻ ഉംരിഹി, അദ്ദേഹത്തിൻ്റെ ആയുസ്സിൽ നിന്ന് 10ാം വയസ്സിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സേവനം തുടങ്ങിയത്. 10ാമത്തെ ചോദ്യം, മൻഹുൽ അൽ ഖറങ് ഇസ്മുല്ലദി വറദ ഉൻവാൻ റുയത്തി നജീബ് മഹ്ഫൂദ്. നജീബ് മഹ്ഫൂദിൻ്റെ നോവലിൻ്റെ തലക്കെട്ടായി വന്ന അൽ ഖറങ് എന്നാൽ എന്താണ്? ആൻസർ മഖഹ ശുഅബി, ഒരു ജനപ്രിയ കഫേ. കൊയ്റോ നഗരമധ്യത്തിലുള്ള ഒരു ജനപ്രിയ കഫേയാണ്. 11ാമത്തെ ചോദ്യം, ഫി അയ്യി മദ്ഹബിൻ അദബിയ്യിൻ കതബ ഹന്നാമീന മുഅ്ളമ റിവായാത്തിഹി. ഹന്നാമീന തൻ്റെ ഭൂരിഭാഗം നോവലുകളും ഏത് സാഹിത്യ പ്രസ്ഥാനത്തിലാണ്, സാഹിത്യ പ്രസ്ഥാന ശൈലിയിലാണ് എഴുതിയത്? ആൻസർ വാഖഇയ, അൽ മദ്ഹബുൽ വാഖഇ, യാഥാർത്ഥ്യബോധം.
12ാമത്തെ ചോദ്യം വാഹുൽ മൗദൂഉ റഈസുൽ മസ്റഹി ലഅബത്തുൽ മൗത്ത്. ലഅബത്തുൽ മൗത്ത് എന്ന നാടകത്തിൻ്റെ പ്രധാന പ്രമേയം എന്താണ്? ആൻസർ അൽ മൗത്ത് വൽ ഇന്തിഖാം, മരണവും പ്രതികാരവും. 12ാമത്തെ ചോദ്യം മാഹുവ സമനുല്ലദീ കുതിബത്ത് ഫീഹി റിവായത്തു അൽ ഖടങ് വൽ മദ്കൂറു ഫീ നിഹായത്തി റിവായ. അൽ ഖടങ് നോവൽ രചിക്കപ്പെട്ടതും നോവലിൻ്റെ അവസാനം പരാമർശിച്ചതുമായ കാലഘട്ടം ഏതാണ്? ആൻസർ ആം 1971 മീലാദിയ, 1971 വർഷത്തിൽ. അടുത്ത 14ാമത്തെ ചോദ്യം ഉദ്കുർ ഇസ്നൈനി മിന തഹദ്ദിയാത്തി ലത്തി തുവാജിഹ ഹബ്ബത്തുൽ ബുർരി ഫി തുറാബി ഫി മഖാലത്തി അർ റജാ. അർ റജാ എന്ന ലേഖനത്തിൽ ഗോതമ്പ് മണി മണ്ണിൽ നേരിടുന്ന 2 വെല്ലുവിളികൾ പരാമർശിക്കുക. ആൻസർ അൽ റിയാഹു ബി സുമൂമിഹ വ സവാജിറുൽ ഖൗഫ് അവൽ റിഫാത്തു സഹീഖ്. വിഷമുള്ള കാറ്റുകളും ഭയത്തിൻ്റെ ശാസനകളും അല്ലെങ്കിൽ ആഴത്തിലുള്ള അവശിഷ്ടങ്ങളുടെ ശാസനകളും. 15ാമത്തെ ചോദ്യം ബിമാദ ശബ്ബഹൽ കാത്തിബുൽ ഇൻസാന ഫി ഹയാത്തിഹി ഫി മഖാലത്തിൽ അൽ ഹുരിയ. അൽ ഹുരിയ എന്ന ലേഖനത്തിൽ എഴുത്തുകാരൻ മനുഷ്യന്റെ ജീവിതത്തെ എന്തിനോടാണ് ഉപമിച്ചിരിക്കുന്നത്? ആൻസർ ബിൽഉബിൽ അത്ഫാൽ മുതഹരിക ബിഹറകത്തി സനാഇയ, കൃത്രിമ ചലനത്തോടെ നീങ്ങുന്ന കുട്ടികളുടെ കളിപ്പാട്ടങ്ങൾ.